നമസ്കാരം. നിങ്ങളുടെ മനസ്സിലൊരു അടിപൊളി ബിസിനസ് ഐഡിയ ഉണ്ടോ? അത് വിജയിക്കുമോ ഇല്ലയോ എന്ന് മുൻകൂട്ടി അറിയാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. അതായത് നിങ്ങളുടെ ഊഹങ്ങളെ ഉറപ്പുള്ള വസ്തുതകളാക്കി മാറ്റുന്ന കസ്റ്റമർ ഡിസ്കവറിയെപ്പറ്റി. അപ്പോൾ എങ്ങനെയാണ് ഈ പരാജയസാധ്യത നേരത്തെ തന്നെ കണ്ടറിഞ്ഞ് ഒഴിവാക്കാൻ പറ്റുന്നത്? വാ, നമുക്ക് നോക്കാം. നമുക്ക് നേരെ ഈയൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തുകൊണ്ടാണ് ഇത്രയധികം പുതിയ സംരംഭങ്ങൾ വലിയ പ്രതീക്ഷയോടെ തുടങ്ങി അധികം വൈകാതെ തന്നെ പൂട്ടിപ്പോകുന്നത്? പലരും പല കാരണങ്ങൾ പറയുമായിരിക്കും, പക്ഷെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിൽ പലരും കരുതുന്നത് സ്റ്റാർട്ടപ്പുകൾ പരാജയപ്പെടുന്നത് കയ്യിലെ കാശ് തീർന്നു പോകുമ്പോഴാണെന്നാണ്. എന്നാൽ CB ഇൻസൈറ്റ്സിന്റെ ഡേറ്റ പറയുന്നത് അതല്ല ഏറ്റവും വലിയ കാരണമെന്നാണ്. ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ഇതാണ്: വിപണിയിൽ ആവശ്യകതയില്ലാത്തൊരു സാധനം ഉണ്ടാക്കിയെന്നതാണ് ഒന്നാമത്തെ കാരണം. ലളിതമായി പറഞ്ഞാൽ, അവരാർക്കും വേണ്ടാത്തൊരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ സമയവും പണവും മുഴുവൻ കളഞ്ഞു. ഈയൊരു തെറ്റിന് എന്ത് വില കൊടുക്കേണ്ടി വരും എന്നറിയാമോ? ചിലപ്പോൾ $2 ബില്യൺ വരെ. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇത്രയും വലിയൊരു തുക നഷ്ടപ്പെടുത്തിയ ഒരു യഥാർത്ഥ കഥയിലൂടെ നമുക്ക് ഈ വിഷയം കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാം. അതെ, ആ $2 ബില്യൺ അബദ്ധം പറ്റിയ കമ്പനിയാണ് ക്യൂബി. വിപണിയുടെ ആവശ്യം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാതെ ഇറങ്ങിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ വിദഗ്ധർക്ക് പോലും എങ്ങനെ തെറ്റുപറ്റാം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ക്യൂബിയുടെ കഥ. ഓർക്കണം, ഇത് തുടങ്ങിയത് നിസ്സാരക്കാരല്ല. ഡിസ്നിയുടെയും ഈബേയുടെയും തലപ്പത്തിരുന്ന അധികായന്മാരാണിതിനു പിന്നിൽ. ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏകദേശം $2 ബില്യൺ ഫണ്ടും അവർ സമാഹരിച്ചു. എന്നിട്ടെന്തായി? തുടങ്ങി വെറും 6 മാസം. 6 മാസം കൊണ്ട് അവർക്ക് കട പൂട്ടേണ്ടി വന്നു. അപ്പോൾ അവർക്ക് എവിടെയാണ് തെറ്റിയത്? അവരെല്ലാം വെറുതെ അങ്ങ് ഊഹിച്ചെടുത്തു. ആളുകൾക്ക് യാത്രക്കിടയിൽ കാണാൻ ചെറിയ വീഡിയോകൾ ഇഷ്ടമായിരിക്കുമെന്ന് അവർ തീരുമാനിച്ചു. യൂട്യൂബും ടിക്ടോക്കും പോലുള്ള കിടിലൻ പ്ലാറ്റ്ഫോമുകൾ ഫ്രീ ആയി ഉള്ളപ്പോൾ പണം കൊടുത്ത ആളുകൾ ഇത് കാണുമോ എന്ന് അവർ ചിന്തിച്ചതേയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തങ്ങളുടെ ഉപഭോക്താക്കളോട് നേരിട്ട് സംസാരിച്ച് ഈ ആശയം ശരിയാണോ എന്ന് അവർ ഉറപ്പുവരുത്തിയില്ല എന്നതാണ്. ഇതാണ് ക്യൂബിയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഒരു ഉൽപ്പന്നത്തിന്റെ മൂല്യം തീരുമാനിക്കുന്നത് നമ്മളല്ല, അതുപയോഗിക്കുന്ന ഉപഭോക്താക്കളാണ്. അവരുടെ ആവശ്യത്തിനാണ് നമ്മളൊരു പരിഹാരമുണ്ടാക്കേണ്ടത്, നമ്മുടെ ഊഹങ്ങൾക്കല്ല. അപ്പോ ക്യൂബിക്ക് പറ്റിയ ഈ $1 ബില്യൺ അബദ്ധം നമുക്കെങ്ങനെ ഒഴിവാക്കാം? അതിനുള്ള വരിയാണ് കസ്റ്റമർ ഡിസ്കവറി. അതായത് ഊഹങ്ങളെല്ലാം മാറ്റിവെച്ച് യഥാർത്ഥ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു പ്രക്രിയ. പലർക്കും മാർക്കറ്റ് റിസർച്ചും കസ്റ്റമർ ഡിസ്കവറിയും ഒന്നാണെന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമുക്കിതിനെ ഇങ്ങനെ ചിന്തിക്കാം. മാർക്കറ്റ് റിസർച്ച് ഒരു ടെലിസ്കോപ്പ് പോലെയാണ്. അത് ദൂരെ നിന്ന് വിപണിയെ മൊത്തത്തിലൊന്ന് നിരീക്ഷിക്കുന്നു. എന്നാൽ കസ്റ്റമർ ഡിസ്കവറി ഒരു മൈക്രോസ്കോപ്പ് പോലെയാണ്. അത് ഓരോ ഉപഭോക്താവിൻ്റെയും പ്രശ്നങ്ങളിലേക്ക് ആഴത്തിൽ, വളരെ അടുത്തുപോയി നോക്കുന്നു. ഹാർവേഡ് ബിസിനസ് സ്കൂളിന്റെ നിർവചനമനുസരിച്ച് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി തുടങ്ങുന്നതിനു മുൻപ് തന്നെ ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കുന്ന പ്രക്രിയയാണ് കസ്റ്റമർ ഡിസ്കവറി. ഇത് ഒരു തവണ ചെയ്തു നിർത്തേണ്ട ഒന്നല്ല, തുടർച്ചയായി ആവർത്തിച്ചു ചെയ്യേണ്ട ഒന്നാണ്. ഈ പ്രക്രിയയെ നമുക്ക് 3 ഘട്ടങ്ങളായിട്ട് കാണാം. നമ്മുടെ തുടങ്ങുന്നത് ഊഹങ്ങളിൽ നിന്നും നമുക്കറിയാത്ത കാര്യങ്ങളിൽ നിന്നുമാണ്. പിന്നീട് ആളുകളോട് സംസാരിച്ച് നമ്മൾ ആ ഊഹങ്ങളെ പരീക്ഷിക്കുന്നു. അവസാനം നമുക്ക് ഉറപ്പുള്ള, ഉപഭോക്താക്കൾ നേരിട്ട് പറഞ്ഞു തന്ന വസ്തുതകൾ മാത്രം നമ്മുടെ കയ്യിലുണ്ടാവും. ശരി, തിയറിയൊക്കെ കൊള്ളാം. ഇനി ഇതെങ്ങനെ പ്രയോഗത്തിൽ വരുത്തും? ആരോടാണ് നമ്മൾ സംസാരിക്കേണ്ടത്? ആ ആളുകളെ എങ്ങനെയാണ് കണ്ടെത്തുക? ശരിയായ ആളുകളെ കണ്ടെത്താൻ ഒരുപാട് വഴികളുണ്ട്. ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്നറിയോ? നിങ്ങളുടെ സ്വന്തം നെറ്റ്വർക്കിൽ നിന്ന് തന്നെ തുടങ്ങുക. ലിങ്ക്ഡിൻ കോൺടാക്റ്റുകൾ ഒരു നല്ല തുടക്കമാണ്. പിന്നെ ഓരോ സംഭാഷണത്തിനു ശേഷവും ഇങ്ങനെ ചോദിക്കാൻ മറക്കരുത്: ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന മറ്റാരെങ്കിലും നിങ്ങൾക്ക് പരിചയപ്പെടുത്താമോ? ഇതിനെയാണ് റെഫറൽ എന്ന് പറയുന്നത്. ഇതുകൂടാതെ റെഡ്ഡിറ്റ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ, സ്ലാക്ക് പോലുള്ള ഓൺലൈൻ കമ്മ്യൂണിറ്റികളിലൊക്കെ നിങ്ങളുടെ ഉപഭോക്താക്കളുണ്ടാകാം. ആളുകളെ കിട്ടിയാൽ മാത്രം പോരല്ലോ, അവരോട് എങ്ങനെ ശരിയായി സംസാരിക്കണമെന്നും അറിയണം. അല്ലെങ്കിൽ പണിപാളും. കാരണം തെറ്റായ രീതിയിൽ ചോദിച്ചാൽ നമുക്ക് കിട്ടുന്നതും തെറ്റായ ഉത്തരങ്ങളായിരിക്കും. ഈ പട്ടികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം ഇതാണ്: നമ്മുടെ ലക്ഷ്യം വിൽക്കലല്ല, പഠിക്കലാണ്. അതിനായി നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കണം. പിന്നെ ഭാവിയെക്കുറിച്ച്, അതായത് നിങ്ങളിത് വാങ്ങുമോ എന്ന് ചോദിക്കുന്നതിന് പകരം ഭൂതകാലത്തെക്കുറിച്ച് ചോദിക്കുക. നിങ്ങൾ ആ പ്രശ്നം പരിഹരിക്കാൻ മുൻപ് എന്തു ചെയ്തിട്ടുണ്ട് എന്ന് ചോദിക്കാം. കാരണം ആളുകൾ ചെയ്ത കാര്യങ്ങളെപ്പറ്റി സത്യസന്ധമായി പറയും, പക്ഷേ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി അവർ പലപ്പോഴും ഊഹിച്ചു പറയുകയാണ് ചെയ്യുക. ഇവിടെയാണ് എല്ലാവർക്കും ഒരു പേടി വരുന്നത്. നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി അവർ നമ്മുടെ ഐഡിയ കൊള്ളാമെന്ന് വെറുതെ പറഞ്ഞാലോ? ആ ഫീഡ്ബാക്ക് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതിനൊരു കിടിലൻ പരിഹാരമുണ്ട്. അതിനെയാണ് ദ മം ടെസ്റ്റ് എന്ന് പറയുന്നത്.
നിയമം വളരെ ലളിതമാണ്. നിങ്ങളുടെ ബിസിനസ് ഐഡിയ നല്ലതാണോ എന്ന് ഒരിക്കലും സ്വന്തം അമ്മയോട് ചോദിക്കരുത്. കാരണം അമ്മയ്ക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അവരെപ്പോഴും നല്ലത് മാത്രമേ പറയൂ. ഇത് നമ്മുടെ സുഹൃത്തുക്കൾക്കും ബാധകമാണ്. ഒരു പ്രശ്നത്തിന്റെ അടിത്തട്ടിലേക്ക് ചെല്ലാനുള്ള ഒരു സൂപ്പർ ടെക്നിക്കാണ് 5 വൈസ്. ഉദാഹരണത്തിന്, ഒരാൾ നിങ്ങളോട് പറയുന്നു, ഞാൻ ഈ ജോലി ചെയ്യാൻ എക്സലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്നു, എന്തുകൊണ്ട്? ഉത്തരം, അതാണ് എളുപ്പം. നിങ്ങൾ വീണ്ടും ചോദിക്കുക, എന്തുകൊണ്ടാണ് അത് എളുപ്പമാകുന്നത്? ഇങ്ങനെ ഒരു 5 തവണ എന്തുകൊണ്ട് എന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോഴേക്കും എനിക്ക് ഡാറ്റ എൻട്രി ചെയ്യുന്നത് ഭയങ്കര ബോറാണ് എന്ന യഥാർത്ഥ പ്രശ്നത്തിലേക്ക് നിങ്ങൾ എത്തിയേക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആളുകളോട് സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി എന്തു ചെയ്യും? ഈ പഠിച്ച കാര്യങ്ങളെ എങ്ങനെയൊരു യഥാർത്ഥ ഉൽപ്പന്നമാക്കി മാറ്റും? അതാണ് അടുത്ത ഘട്ടം. നമ്മൾ കേട്ട കാര്യങ്ങളെയൊക്കെ ഒരു ചിത്രരൂപത്തിലാക്കുന്ന ഒരു രീതിയാണിത്. ഇതിനെയാണ് കസ്റ്റമർ ജേർണി മാപ്പ് എന്ന് പറയുന്നത്. ഒരു ഉപഭോക്താവ് തന്റെ പ്രശ്നം തിരിച്ചറിയുന്നത് മുതൽ അതിനൊരു പരിഹാരം കണ്ടെത്തുന്നത് വരെയുള്ള ഓരോ ഘട്ടവും ഇതിൽ രേഖപ്പെടുത്തുന്നു. നമ്മുടെ ലക്ഷ്യം ഇതാണ്: ഈ യാത്രയിൽ അവർ എവിടെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എന്ന് കണ്ടെത്തുക. ആ വേദനയാണ് നമ്മുടെ ഉൽപ്പന്നം പരിഹരിക്കേണ്ടത്. ഇതാണ് ബിൽഡ്, മെഷർ, ലേൺ എന്നറിയപ്പെടുന്ന ഫീഡ്ബാക്ക് ലൂപ്പ്. ഇതൊരു സൈക്കിൾ പോലെയാണ്, ഒരിക്കലും അവസാനിക്കാത്ത ഒന്ന്. നിങ്ങളൊരു ചെറിയ ആശയം ബിൽഡ് ചെയ്യുന്നു, അത് ഉപഭോക്താക്കൾക്ക് കൊടുത്ത് അവരുടെ പ്രതികരണം മെഷർ ചെയ്യുന്നു. ആ ഫീഡ്ബാക്കിൽ നിന്ന് പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നു. എന്നിട്ട് ആ പാഠങ്ങൾ ഉപയോഗിച്ച് വീണ്ടും മെച്ചപ്പെട്ട രീതിയിൽ ബിൽഡ് ചെയ്യുന്നു. ഈ ചക്രം എത്ര വേഗത്തിൽ കറങ്ങുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നം മികച്ചതായിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ കാര്യം എന്താണ്? ഇതാണ് ആ നിർണായകമായ കാര്യം. സ്റ്റീവ് ബ്ലാങ്കിന്റെ പ്രശസ്തമായ ഉപദേശമാണിത്: നിർമ്മാണം നിർത്തി സംസാരിക്കാൻ തുടങ്ങുക. കാരണം യഥാർത്ഥ വസ്തുതകൾ നിങ്ങളുടെ ഓഫീസിനുള്ളിലല്ല ഇരിക്കുന്നത്, അത് പുറത്ത് നിങ്ങളുടെ ഉപഭോക്താക്കളുടെ അടുത്താണ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ മനസ്സിലൊരു കിടിലനാശയം വരുമ്പോൾ ഒരു നിമിഷം നിർത്തിയിട്ട് സ്വയം ചോദിക്കുക, എന്റെ ഈ ആശയം യഥാർത്ഥ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണോ, അതോ എന്റെ മനോഹരമായ ഒരു ഊഹം മാത്രമാണോ? ആ ഉത്തരം ഒരുപക്ഷേ നിങ്ങളുടെ സംരംഭത്തിന്റെ ഭാവിയെ തന്നെ നിർണയിച്ചേക്കാം.